ആ ജംഗ്ഷന് വെറ്റിഷടി കിടന്നില്ലേ ഈ ചാനൽ വീഡിയോ എടുത്തുകൊണ്ടാണ് അവനെ നമുക്ക് അറിയാൻ സാധിച്ചത്. അഭിനവന്റെ ചാനലിന്റെ അതുകൊണ്ടാണെന്ന് ഇവരൊന്നും അറിഞ്ഞില്ല. അപ്പച്ചിയുടെ മകനായിരുന്നു അല്ലേ? അന്ന് തന്നെ വിളിക്കാണ്ട് ചെയ്തായിരുന്നു അല്ലേ? ചാനൽ കണ്ടുകൊണ്ട് പലരും എന്നെ വിളിച്ചു അപ്പച്ചിയുടെ മകനാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. മനസ്സിലായി. ആശുപത്രി നമ്മൾ അറിയത്തില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ആൾക്ക് എങ്ങനെയുണ്ട്? അല്ല മാറിയോ? എല്ലാം മാറിയോ? പലരും എന്നെ വിളിച്ചു ചോദിച്ചു നിങ്ങളുടെ അപ്പച്ചിയുടെ മകനാ ഇങ്ങനെ ആക്സിഡന്റ് അറിയാൻ പറ്റി. ആരും പോത്തുമില്ല. വീട്ടിൽ വന്നോ? ഈ ചാനലിനോട് അങ്ങനെ നമുക്കൊരു ഗുണം. ശരി. ജോജിയെ ഇതിപ്പോ എത്ര എണ്ണമായി? ഏറെക്കുറെ ഇതൊരു നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കോതമംഗലത്താണ്. വാകത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ 1ഉം 2ഉം വാർഡുകളുടെ അതിർത്തികളാണ്. അപ്പോൾ ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് നടക്കുകയാണ്. ബിരിയാണി ചലഞ്ച് എന്ന് പറയുന്നത് അത് എന്തിനാ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഒന്ന് അറിയണം. കാരണം ഇവിടെ ഒരു 8-9 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹവീട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ ആ സംഘടന എന്ന് പറയുന്നത് അത് ഒരുപാട് പുണ്യപ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഈ അടുത്ത കാലത്ത് അവർ ഒരുപാട് ചികിത്സാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും എന്നാലും ഫണ്ടിൻ്റെ അകത്ത് ചെറിയ പോരായ്മ വന്നപ്പോഴത്തേനാണ് ഒരു ബിരിയാണി ചലഞ്ച് അവർ അറേഞ്ച് ചെയ്തത്. അപ്പം അതിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ പ്രവർത്തകരടക്കം എല്ലാവരും ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇവരെ പ്രോത്സാഹിപ്പിക്കണം. പുതുപ്പള്ളി കൊച്ചാലുമൂടിന് സമീപം തൃക്കോതമംഗലം ഗുരുദേവ ക്ഷേത്രമാണ് ഈ വലത് സൈഡിലത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടൊരു ചെറിയ നടപ്പാതയുണ്ട്. ഇതിലെ പോകുന്നിടത്ത് അവിടെയാണ് സ്നേഹവീട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇന്ന് നടക്കുന്ന ബിരിയാണി ചലഞ്ച് അതെന്തിനാന്നുള്ളത് എല്ലാം അവർ പറയും. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകുന്നിടത്ത് ഇവിടെയാണ്. ഇവർ കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഇവിടെ രാവിലെ ചെമ്പ് പൊട്ടിച്ച് ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 26ഓളം അംഗങ്ങളാണ് ഈ ട്രസ്റ്റിലുള്ളത്. ഇവരുടെ സ്വന്തമായി സ്വരൂപിക്കുന്ന പണം കൊണ്ടാണ് ഒരുപാട് പേരെയാണ് ഇവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് 2018 ഇവർ തുടങ്ങിയെങ്കിലും ഇപ്പോൾ 8 വർഷത്തോളമായി ഒരുപാട് പേരെയാണ് വിവിധ കാര്യങ്ങളിൽ ചികിത്സാ സഹായമായിട്ടും എല്ലാം ഇവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫണ്ടിൻ്റെ അകത്ത് ചെറിയ പോരായ്മകൾ കാരണം ഇവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പണമെടുത്താണ് ഇവർ ഈ ആൾക്കാരെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു ബിരിയാണി ചലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അംഗങ്ങളെല്ലാം രാപകലില്ലാതെ പ്രയത്നിച്ച് ബിരിയാണി തയ്യാറാക്കി ഇത് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വീടുകളിൽ ഇനി എത്തിക്കുന്ന ചടങ്ങും കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ സ്നേഹവീട് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലേ? അതിൻ്റെ അതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപണത്തിനായിട്ടാണ് ഒരു ബിരിയാണി ചലഞ്ച് ഇന്ന് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ട് ആ സംഘടനയ്ക്കകത്ത്? നമ്മളൊരു 26 പേരാണ് നിലവിലുള്ളത്. അപ്പം 20 പേര് ആക്റ്റീവായിട്ടുണ്ട്. മറ്റേ 6 പേര് വന്നും പോയൊക്കെ നിൽക്കുന്ന ഒരു ഇവിടെ നമ്മുടെ വിദേശത്തും ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണപ്പെട്ടവർക്ക് നമ്മൾ ധനസഹായം ചെയ്യുക. അത് രോഗികൾക്കാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ഇതിനോടകം നമ്മളൊരു 10-20 ലക്ഷം രൂപ നമ്മൾ വിതരണം ചെയ്ത് ഏതാണ്ട് 2018 നമ്മൾ ഈ സ്നേഹവീട് എന്ന ഒരു ചാരിറ്റി സംഘടന ഇവിടെ രൂപം കൊടുക്കുന്നത്. കോവിഡിന് മുന്നേ. അപ്പം നമ്മൾ ഈ കോവിഡിന് മുന്നേ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്നൊരു 60,000 രൂപ ഉള്ള ഒരു മാർഗ്ഗം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഫണ്ടെല്ലാം പെട്ടെന്ന് കുറേ ആൾക്കാർ, നല്ലവരായ കുറേ ആൾക്കാർ അതിനേക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഫണ്ട് സ്വരൂപിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇതൊരു സംഘടനയായിട്ട് നമുക്ക് രൂപീകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് തൊട്ട് ഇതിൻ്റെ പ്രവർത്തന മേഖല നല്ല രീതിയിൽ കൊണ്ടുവന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ക്യാൻസർ പേഷ്യൻ്റ് കാല് മേലാതെ ഒരു പയ്യന് അവനൊരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ അവന് നമ്മൾ അവൻ്റെ 5,000 രൂപയുള്ളായിരുന്നു അവൻ്റെ അച്ഛൻ്റെ. അന്നത്തെ കാലത്ത് അവന് ഏതാണ്ട് 2019 അപ്പോൾ കാല് മേലാതെ വന്നപ്പോഴത്തേക്ക് അവനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ സ്നേഹവീട് അന്നേരെ അതിനകത്തുള്ള ആക്റ്റീവായിട്ട് നിന്ന് നമ്മൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്തി അവർക്ക് 60,000 രൂപ കൊടുക്കുകയും അതനുസരിച്ചാണ് ആ പയ്യൻ്റെ കാല് ഇന്ന് നിലവിൽ വന്ന് അവൻ ഓടി നടക്കുക, അവന് ജോലിയായി. അപ്പോൾ സ്നേഹവീടിൻ്റെ ആദ്യത്തെ ഒരു സാന്ത്വനമാണ്. അത് കഴിഞ്ഞാണ് ചങ്ങനാശ്ശേരി SNDP യൂണിയനൊക്കെ അത് ഏറ്റെടുത്ത് ബാക്കി ഫണ്ടൊക്കെ കൊടുത്തത്. അപ്പോൾ അന്ന് അവരുടെ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനാണ് അവന് നമ്മൾ കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ഒട്ടനവധി ആൾക്കാർക്ക് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 3-4 പേർക്ക് ചികിത്സാ സഹായമായിട്ട് നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മുടെ ഫണ്ട് കുറച്ച് കുറഞ്ഞ് കയ്യിൽ ഞങ്ങൾ 20 പേരിൽ നിന്നും കണ്ടെത്തുന്ന ഫണ്ടുകളേ ഉള്ളൂ. പിന്നെ 26 പേര് കുറേ 6 പേര് അതിൽ പുറത്തുനിന്ന് പൈസ പിരിവ് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനത്തെ പിരിവുകളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ തൃക്കോതമംഗലം കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ അതിനകത്ത് മനസ്സുകൾ നമുക്ക് കുറേ സഹായങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതോടനുബന്ധിച്ച് ഇപ്പം നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് വെച്ചപ്പോൾ തൃക്കോതമംഗലത്ത് കുറച്ച് സ്ഥലത്തെ ഞങ്ങൾ ഇത് വിതരണം ചെയ്യുന്നുള്ളൂ. എല്ലാവരും അതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. എത്ര വേണം എടുക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു 500 എണ്ണത്തിൽ കൂടുതൽ നമുക്കിത് വിതരണം ചെയ്യാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ചായിട്ട് ആദ്യത്തെ ഒരു സംരംഭം വിജയിക്കുന്നു. അപ്പം അതുപോലെ തന്നെ കോവിഡ് കാലത്ത് മാതൃകാപരമായിട്ട് നമ്മൾ വാകത്താനം പോലീസ് സ്റ്റേഷനിൽ സാനിറ്റൈസും മാസ്കും ആദ്യം നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ നമ്മളാണ് കൊടുത്തത്. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊരു സാന്ത്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് വളരെ ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഞാൻ. സെക്രട്ടറി എത്തിയിട്ടില്ല. സെക്രട്ടറി ഇവിടെ സെക്രട്ടറി പേര് ജോസുകുട്ടി. ഇത് രക്ഷാധികാരി. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? ഗോപിദാസ്. പിന്നെ ഉള്ളത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? ജോയിന്റ് കൺവീനർ രാജേഷ്. ജോയിന്റ് കൺവീനർ രാജേഷ് അല്ലേ? ട്രഷറർ സുമോൻജി. പിന്നെ വൈസ് ചെയർമാൻ പിന്നെ അടുത്ത ഞാൻ ചെയർമാൻ. പിന്നെ ഉള്ളത് ബാക്കി എല്ലാവരും ആക്റ്റീവ്. ചേട്ടൻ്റെ പേരിന്? ചായപ്പനെ. രതീഷ്. പിന്നെ എല്ലാവരും പേരൊന്ന് പറഞ്ഞു. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? വിശ്വനാഥന്. ചേട്ടൻ്റെ പേര്? അപ്പുണ്ണി. അതെ പേര് മനോജ് ആണോ അല്ലേ? അനിൽകുമാർ. പിന്നെ കൊച്ചുമോനെ കിഷോർ. ശ്രീരാജ്.
അങ്ങനെ മൊത്തം 26 അംഗങ്ങളോളം ഉണ്ട്. 20 പേര് ഓൾറെഡി ഏത് നിമിഷം ആക്റ്റീവാ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അന്നേരം ഞങ്ങൾ ചെയ്യും. ആശുപത്രി കേസ് വന്നാലും അതെല്ലാം നമ്മളെ ഓൾറെഡി ഞങ്ങളിങ്ങനെ എപ്പോഴും സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. വാകത്താനം പഞ്ചായത്തിൽ മാത്രമാണോ നിങ്ങളുടെ? വാകത്താനം പഞ്ചായത്തിൽ 1ഉം 2ഉം പിന്നെ പുതുപ്പള്ളി പഞ്ചായത്തിലെ 14 വാർഡും ഈ 3 മേഖലകളിലാണ്. 14ഉം 15ഉം ഉണ്ടോ? 15 നേരത്തെ 14 വാർഡ് വന്നപ്പോഴത്തേനല്ലേ. പിന്നെ അതിലുപരിയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതുപോലെ ബുദ്ധിമുട്ട് വരുന്നവർക്ക് പുറത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പയ്യപ്പാടിയിൽ ഒരു പുള്ളിക്ക് പെട്ടെന്ന് ഈ ഒരു വശത്ത് സ്ട്രോക്ക് വന്നു. പുള്ളിക്ക് പൈസ ഇല്ലാതെ വന്നു. നമ്മൾ അവിടെ കൊണ്ടൊരു 50,000 രൂപ പുള്ളിക്ക് കൊടുത്തു. ആ പുള്ളി 2 വർഷം ജീവിച്ചത്. പുള്ളി ആൾ മരിച്ചുപോയി. അപ്പൊ അങ്ങനെയുള്ളത് കൊടുക്കും. അതുപോലെ കുറിച്ചി പഞ്ചായത്തിൽ ഒരു പയ്യന് പെട്ടെന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ ആ പയ്യന് പൈസ ഇല്ലാതെ അവർക്ക് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോഴത്തേന് അവിടെയും കൊണ്ട് നമ്മളൊരു 19,000 രൂപ അങ്ങനെ പുറത്ത്. അപ്പൊ നമ്മുടെ ഈ വാർഡ് മാത്രമല്ല, ഈ പ്രദേശങ്ങളിലുള്ള ഇങ്ങനെയുള്ള അങ്ങനെ നമ്മൾ കൊടുക്കാൻ മനസ്സുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് തന്നെ ഇതിന്റെ അകത്ത് സ്വരൂപിക്കുന്ന ഫണ്ട് കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആക്രി പെറുക്കാൻ പോകും. ഓരോ വീടുകളിൽ ചെന്ന് അവരെ ഓരോ വീടുകളിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് ഉപയോഗശൂന്യമായ സാധനങ്ങൾ. അപ്പോൾ അത് ഞങ്ങൾ പോയി പെറുക്കിക്കൊണ്ട് വന്ന് അതെല്ലാം സ്വരൂപിച്ച് ഇവിടെ വണ്ടി വന്ന് കളക്ട് ചെയ്ത് ഒരു ചിലപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 19,000 രൂപ നമുക്ക് കിട്ടി. അങ്ങനെയൊക്കെ ഫണ്ട് ഏത് പരിപാടിക്കും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ചിലരൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് ആക്റ്റീവാണ്. ഞങ്ങൾക്ക് 3-4 ചിട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ചിട്ടികളൊക്കെ ഞങ്ങൾക്കുണ്ട്. ആ ചിട്ടിയുടെ എല്ലാം പൈസ ഇതെല്ലാം എല്ലാവരും അതിനകത്ത് നിസ്വാർത്ഥ സേവനമാണ്. ആരും 5 പൈസ പ്രതിഫലം മേടിക്കുന്നില്ല. എല്ലാവരും ഇത് ഇത്രയും പേര് ചെയ്യുന്നതിൻ്റെ അകത്ത് എല്ലാ ചെലവുകളും ഞങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ കൊടുക്കുന്നതിൻ്റെ കൂടെ പൈസ ഞങ്ങൾ മേടിക്കുക. ഇത് എല്ലാം ആർക്കും ഒരു സംഭാവന ഒന്നുമില്ല. എല്ലാം ബുക്കിംഗ് ആയോ? ഇത് മൊത്തം ബുക്കിംഗ് ആയി. ഇപ്പോൾ ആ ഓർഡർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 500 എണ്ണത്തിന് ഞങ്ങൾ സാമ്പിളായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പം അത് ഈ തൃക്കോതമംഗലത്തിന്റെ 1-ാം വാർഡ് മാത്രമേ ഉള്ളൂ. വേറെങ്ങും ഇതില്ല, പോകുന്നില്ല. അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ 15-ാം വാർഡോ അല്ലെങ്കിൽ 2-ാം വാർഡിലോട്ടോ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇതിവിടെ തന്നെ കൊടുക്കാനായിട്ടുള്ളൂ. ഇപ്പൊ ആൾക്കാർ വന്ന വിതരണം നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങളുടെ ഈ ബിരിയാണി ചലഞ്ച് ഒരു വലിയ ചലഞ്ചായിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാനിങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഇടത്തൊക്കെ പോയി ഇങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസയും നേരുകയാണ്. ചാനൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബിരിയാണിയൊക്കെ ചലഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വാർഡിലും കൂടെ എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിനൊക്കെ ഒരുപാട് ഫണ്ട് വേണം അല്ലേ? ഇതിനൊക്കെ ഒരുപാട് ഫണ്ട് വേണം. ഇപ്പം നമുക്ക് ചികിത്സ കൊടുക്കാനായിട്ട് ഫണ്ട് ഒരുപാട് വേണം. ഫണ്ടിനേക്കാളും കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ പ്രയത്നങ്ങളുണ്ട്. പിന്നെ അതുകൊണ്ട് ആണ്. അതെ ഇതിപ്പം ഒരുപാട് ഞങ്ങൾ 2 ആഴ്ചയായിട്ട് ഇതിന്റെ പുറകെ വർക്ക് ചെയ്യാം. ഇന്നലെ ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇതെല്ലാം തയ്യാറാക്കുന്നത് ജോജിമോൻ എന്ന് പറയും. ജോജിമോൻ എന്ന് പരിചയപ്പെട്ടത് ഷെഫ. പുള്ളി വിദേശത്തായിരുന്നു. നമ്മൾ വിദേശത്തായിരുന്നു അറിഞ്ഞു. എൻ്റെ എവിടെയായിരുന്നു സ്ഥലം? സൗദി അറേബ്യ. അവിടെ ഇതുപോലെയൊക്കെ തന്നെ പരിപാടികളൊക്കെ ഉണ്ട്. ഇൻഷുറൻസിൻ്റെ ആയിരുന്നു. ശരി. നമ്മളവിടെ നിർത്തി പോന്നാ. അന്നേരം അദ്ദേഹം ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ചെയ്യുന്നത്. ഇന്നലെ ഇപ്പം ഞങ്ങളെല്ലാം ഉറങ്ങിയത് തന്നെ ഒരുപാട് രാത്രിയായ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രയത്നങ്ങളാണ് ഇതിന് പിന്നിൽ. അപ്പം ഇത് സാധനം ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും രുചികരമായ ഭക്ഷണം എല്ലാ വീടുകളിലും കൊടുക്കുക എന്നുള്ള ദൗത്യം കൂടി ഉള്ളൂ. ഓക്കെ. എവിടെയാ? പുതുപ്പള്ളി റബ്ബർ ബോർഡ് ജംഗ്ഷൻ വെയിറ്റ് കിടന്നില്ലേ? വീഡിയോ എടുത്തുകൊണ്ടാണ് അവനെ നമുക്ക് അറിയാൻ സാധിച്ചത്. ചാനലിന്റെ അതുകൊണ്ടാണെന്ന് ഇവരൊന്നും അറിഞ്ഞില്ല. അപ്പച്ചിയുടെ മാനായിരുന്നു അല്ലേ? അന്ന് തന്നെ വിളിക്കാണ്ട് ചെയ്തായിരുന്നു അല്ലേ? ചാനൽ കണ്ടുകൊണ്ട് പലരും എന്നെ വിളിച്ചു അപ്പച്ചിയുടെ മാനാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിത് അറിയുന്നത്. എങ്ങനെയുണ്ട്? അല്ല മാറിയോ? അപ്പൊ ഒരു കഷ്ടമായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ബ്ലഡിൽ കുളിച്ച് കിടന്നിട്ടേ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ആക്സിഡന്റ് തലയടിച്ച് വീണതാ. ഇപ്പോഴത്തെ നമ്മുടെ എന്താ പറയുക, പണ്ട് സമൂഹത്തിൽ ആൾക്കാർക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും മേലായി ഒക്കെ വന്നാൽ എല്ലാവരും കൂടെ കൂടുമായിരുന്നു. ഇപ്പൊ എല്ലാവരും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നു. അവിടെ ഇഷ്ടംപോലെ ആള് കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. അതല്ലേ എൻ്റെ അകത്തൊരു ഇത് വരുന്നത്. നിങ്ങളത് ആ വാർത്ത വന്നുകൊണ്ടാണ് പലരും എന്നെ വിളിച്ചു ചോദിച്ചത് നിങ്ങളുടെ അറിയാൻ പറ്റി. ആരും പോകത്തുമില്ല. വീട്ടിൽ വന്നോ? ഈ ചാനലിനോട് അങ്ങനെ നമുക്കൊരു ഗുണം. ശരി. ജോജിയെ ഇതിപ്പോ എത്ര എണ്ണമായി? ഏറെക്കുറെ